ശ്രീ യുവരാജ് ഗോകുൽ അങ്ങേക്ക് പ്രതികരിക്കാം. ശ്രീ പി എം നിയാസ് അങ്ങ് വളരെ ഭംഗിയായിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, ഞാൻ ആദ്യമേ തന്നെ പൊളിറ്റിക്കൽ പോയിന്റ് എൻ്റെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൂടുകയും വോട്ട് കുറയുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു മണ്ഡലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലും കിട്ടണമെന്നില്ല. പല ഫാക്ടേഴ്സ് അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അടിസ്ഥാനപരമായി അവിടെ ഉണ്ടായിരുന്ന വോട്ടെന്ന് പറയുന്നത് 40,000 മുതൽ 44,000 വരെ റേഞ്ചിലാണ്. അതിൽ 40,000 വോട്ട് അതിൻ്റെ മിനിമം മാർക്ക് തൊടാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ തിരഞ്ഞെടുപ്പ്, ഞാൻ ആദ്യത്തെ റൗണ്ടിൽ വീണ്ടും ഈ ആവർത്തന വിരസതയുണ്ടാകും, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങ് എന്നെ കൊണ്ട് വീണ്ടും പറയിക്കുന്നതാണ്. ഞാൻ ആദ്യത്തെ റൗണ്ടിലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് അവിടെ മത്സരത്തിൽ യു ഡി എഫുമായിട്ട് എന്നുള്ള വളരെ ഒരു ക്ലോസ് കോണ്ടെക്സ്റ്റിലാണ് സാധനം നിന്നിരുന്നത്. അപ്പോൾ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും യു ഡി എഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പോയിന്റിനെ പോലും അങ്ങ് ഞാൻ പറഞ്ഞ ആ കോർ മേഖലയിലേക്ക് അങ്ങ് പോകാനോ അതിനെ കട്ട് ചെയ്യാനോ അങ്ങ് ഒരു തവണ പോലും ശ്രമിച്ചില്ല. ഞാൻ കൃത്യമായി മഞ്ചേശ്വരത്ത് SDP പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, നേമത്ത് അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2024 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ SDP കോൺഗ്രസ് സംയുക്ത സഖ്യം കാണിച്ച അതിക്രമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു, അവർ നടത്തിയ ആഘോഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ആഘോഷം, SDP ഭാഗത്തുനിന്നുണ്ടായ ആഘോഷം ആദ്യത്തേതല്ല. ഇതിന് മുമ്പ് 6 മാസം മുമ്പ് തന്നെ കേരളം സാക്ഷ്യം വഹിച്ചതാണ് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അങ്ങ് ആ വിഷയത്തിലേക്കൊന്നും പോയില്ല. പകരം അങ്ങ് വളരെ ഡയറക്റ്റ്ലി കട്ട് ചെയ്തിട്ട് വഖഫ് വിഷയം ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഞങ്ങളല്ല ഉണ്ടാക്കിയത്, ശ്രീ ബാബു പണിക്കരാണ് ആ വിഷയത്തിലേക്ക് പോയത്. സ്വാഭാവികമായിട്ട് ആ വിഷയത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള പണി തന്നെയാണ്. ആ പണി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്കത് മറുപടി പറഞ്ഞാലേ സാധിക്കുകയുള്ളൂ. അങ്ങ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, കാലോചിതമായിട്ട് വഖഫ് ബില്ല് അമെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2013 അമെൻഡ് ചെയ്തു എന്നാണ്. ഈ കാലോചിതം എന്ന് പറയുന്നത് പുരോഗമനപരമായിട്ടായിരിക്കണം കാലോചിതമായിട്ടുണ്ടാകേണ്ടത്. അല്ലാണ്ട് 2013 എത്തുമ്പോൾ നമുക്ക് 6-ാം നൂറ്റാണ്ടിൻ്റെ കാലോചിതമായിട്ടുള്ള നിയമത്തിന് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാം എന്നല്ലല്ലോ ആരും കരുതുക. അപ്പോൾ 2013 അങ്ങ് അമെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, UPA സർക്കാർ അമെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, നോക്കൂ ശ്രീ ബാബു പണിക്കർ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പോലും അതിനോട് യോജിപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോലും പറയുന്നുണ്ട്, ഞങ്ങളല്ല അത് അമെൻഡ് ചെയ്തത്, ഞങ്ങളുടെ പിന്തുണയോടുകൂടിയൊന്നുമല്ല, 2013 കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് അങ്ങ് പറയുന്നത് കാലോചിതമായിട്ട് അമെൻഡ് ചെയ്തു എന്ന്. നല്ല കാലോചിതമായിട്ടുണ്ട്. ഇത് കാരണം കാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാലോചിതമായിട്ട് കോൺഗ്രസ് അമെൻഡ് ിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമോ മുനമ്പത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നതോ അല്ല. ഈ മുനമ്പം ഭൂമി വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞു വെച്ചത് നിയമസഭയിൽ ലീഗ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ശ്രീ യുവരാജ് ഗോകുൽ നിഷേധിച്ചതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. PM നിയാസ് അടക്കം പറയുന്നത് ക്ലെയിം ചെയ്തിട്ടില്ല എന്ന്. PCR ആദ്യം KP മജീദ് സാഹിബിന്റെ ചോദ്യം, പിന്നാലെ അബ്ദുറഹ്മാന്റെ മറുപടി. 26/2009 15ാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. 20/5/2019 സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ EP 655/2008 പ്രകാരം വസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധയാ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാനും ഈ ഉത്തരവ് ആവശ്യപ്പെടുന്നു. ഇത് വഖഫ് ഭൂമി ആയതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സിൽ കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം SC കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭാ ചോദ്യത്തിന് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട്. ശരി, അത് വ്യക്തമാണ് എന്ന് കരുതുന്നു. ശ്രീ PM നിയാസ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ
ലീഗ് നിയമസഭയ്ക്കകത്ത് എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല അങ്ങുൾപ്പെടെ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു. ലീഗിന് ഇപ്പോൾ മറ്റൊരു നിലപാടിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും അത് BJP വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നിലപാടെടുക്കുകയും ജനങ്ങൾക്കൊപ്പം BJP നിലയുറപ്പിക്കുകയും ചെയ്തപ്പോൾ ഭയം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മറ്റൊന്നും നിങ്ങളുടെ വിശാല മനസ്കഥയൊന്നും അല്ല അത്, നിങ്ങളുടെ വിശാല മനസ്കഥയൊന്നും അല്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്, അത് വഖഫിന്റെ ഭൂമി തന്നെയാണെന്നും പറഞ്ഞാണ് വഖഫ് ബോർഡ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനോരമ വാർത്തയാണ്, പ്രദീപ് പിള്ളയോ ജനം TV ഒന്നും എടുത്തിരിക്കുന്ന വാർത്തയല്ല. ആ വാർത്തയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ്. മനോരമ പറയുന്നുണ്ട്. ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ ശ്രീ ബാബു പണിക്കർ മന്ത്രിയുടെ മറുപടി കൂടി ഒന്ന് കേൾക്കാം. 20/7/2024 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വഖഫ് ഭൂമി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ പ്രസ്തുത ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്നത് കേവലം ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി അതിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരാതിരിക്കാനും വേണ്ടി താൽക്കാലിക കരം അടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുകയും ഹിയറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കയ്യേറ്റം പ്രഥമദൃഷ്ട്യാ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാണ്. കയ്യേറ്റ ഭൂമിയാണ്, എന്നാൽ താൽക്കാലികമായി കരമടയ്ക്കാൻ അവകാശം കൊടുത്തു. ആ കാശ് ഞങ്ങൾ വാങ്ങിവെക്കും, എന്നിട്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും. ഇരു മുന്നണികളും കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് വെറുതെ സംഘി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇനി സംഘി എന്ന് വിളിച്ചെങ്കിൽ ദേശീയത പറയുന്നവർ, രാഷ്ട്രത്തിന് വേണ്ടി പറയുന്നവർ, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നവർ, ഭാരതമാണ് പ്രഥമമെന്ന് പറയുന്നവർ സംഘിയാണെങ്കിൽ അതൊരു അലങ്കാരമാണ്. ശ്രീ PM നിയാസ്. അല്ല ശ്രീ നിയാസ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അങ്ങ് പറഞ്ഞു വെച്ചതിന്റെ മറുപടികൾ ഇപ്പോൾ തന്നെ അങ്ങേക്ക് അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങ് പറഞ്ഞ വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങ് പറഞ്ഞു ഇതിനകത്ത് BJP ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുവരെ അല്ലെങ്കിൽ ലീഗ് വളരെ മാലാകയാണ്, കോൺഗ്രസ് വളരെ മാലാകയാണ്, വഖഫ് ബോർഡ് അതിലും വലിയ മാലാകയാണ് എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെയല്ല, ലീഗിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് അങ്ങ് കേട്ടു, ഭരണപക്ഷിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടു. വഖഫ് ബോർഡ് അവിടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം നിയമസഭയ്ക്ക് ഉൾപ്പെടെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരേ ടോണിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്നും നമ്മൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് നിലപാടിനകത്ത് മയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ ഭയന്നിട്ട് മാത്രമാണ് എന്നുള്ള കാര്യം അങ്ങ് സമ്മതിക്കണം. അങ്ങ് സമ്മതിച്ചില്ലെങ്കിലും അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കുറെ കാലമായില്ലേ സാറേ ഈ പൂരം കലക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നാണാവുന്നില്ലേ നിങ്ങൾക്ക്? ഈ നാട്ടിൽ കോടതിയും ബാക്കി സംവിധാനങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും പൂരം കലക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മാസമായില്ലേ? നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കോടതിയിൽ പോയിട്ട് നിങ്ങൾക്കത് പറഞ്ഞുകൂടെ? നിങ്ങൾക്കത് കാണിച്ചുകൂടെ? ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തൂടെ? കോടതിയിലൊന്നും പോണ്ടാന്നേ, ഒരു ദിവസം മുഴുവൻ നിയമസഭ ചർച്ച ചെയ്തില്ലേ ഈ പറയുന്ന പൂരം കലക്കൽ വിഷയം? എന്തെങ്കിലും ഒരു സാധനം ഒന്ന് നിയമസഭയിൽ എടുത്തൊന്ന് പ്രസന്റ് ചെയ്തുകൂടായിരുന്നു? ഇതാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തെളിവ് എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കൈപ്പത്തി ഉയർത്തി കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് നടക്കാതെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് പറയൂന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ജനം നിങ്ങളെ നോക്കി പരിഹസിക്കും സാർ.